എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോൻ്റെ അളവിലുള്ള കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതാ ഈ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 സ്പൂണ് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല, പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും മതി. നമ്മൾക്ക് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ചൂടാക്കി കറുപ്പിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ നമ്മൾ ഈ സമയം ഇതേമാതിരി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ പൊടികൾ ആ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടി മൊത്തം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ആ ചിക്കനിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 മുറി ചെറുനാരങ്ങ, അതായത് നല്ല ഒരു നീരുള്ള 1 മുറി ചെറുനാരങ്ങ തന്നെ എടുക്കണം. നീര് കുറവാണെങ്കിൽ 1 എണ്ണം എടുക്കുക. അതുകൂടി ഇതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് അതുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചെറുനാരങ്ങയും ഉപ്പും മസാലപ്പൊടികളൊക്കെ ചേർന്ന് പിടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമുക്കതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിയാറായി. ഞാൻ ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിലാണ്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 3 സവാള, അതായത് ഒരു മീഡിയം സൈസ് സവാള, 3 സവാള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് സവാള അല്പം കൂടുതലാണ്. ഒരു 4 പച്ചമുളക് കീറിയത്, ഒരു 10 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പ്, ആ മസാലയ്ക്ക് കണക്കാക്കിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊന്നും ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നാരങ്ങ നീരൊക്കെ നേരത്തെ ചേർത്തുകൊണ്ട് തന്നെ ഇത്ര മതിയാവും തക്കാളി. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് സെറ്റായി വരാനാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. അപ്പോൾ നമ്മളെ സവാളയും തക്കാളിയും എല്ലാം ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ കണ്ടീഷനിൽ നമ്മൾക്ക് അതിലേക്ക് നേരത്തെ മസാല ചേർത്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ നമ്മളതൊന്ന് ഇളക്കി നല്ലതുപോലെ യോജിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ആ ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ്സിലധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ആ ചിക്കൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരുമല്ലോ. ഈ സമയം നമ്മൾ തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിടുക. എന്നതിന് ശേഷം ഇതൊരു അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ തുറന്ന് നോക്കിയാൽ മതി. 15 മിനിറ്റ് ഞാനിത് ആ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടില്ല. ഇതുപോലെ ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് ഒരുവിധം ആ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി അതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റി വരണം. നമ്മൾ അല്പം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് നമ്മൾ അതൊന്ന് അടച്ചു വയ്ക്കണം. ബ്രോയിലർ കോഴി ആണെങ്കിൽ പെട്ടെന്ന് വേവായിരിക്കും. എന്നാലും നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചാൽ അല്പനേരം നല്ലപോലെ തിളച്ചാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ആ ഗ്രേവി കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല അടിപൊളി തിക്കായിട്ടുള്ള കറി ഇവിടെ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ പത്തിരി, നെയ്ച്ചോറ്, പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ 2 തവണ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മസാല വഴറ്റുമ്പോഴും ആ പൊടിൻ്റെ കൂടെയും. ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇനി നമ്മളതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു തവയിൽ എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 10 ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ട് മൂപ്പിച്ച് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുകൂടി ചേരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. ഒരല്പം മുളക് പൊടി ഒരു കളറിന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വറവ് കൂടി ആ ചിക്കനിലേക്ക് ചേർത്തു നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ വറവ് ഒരു 5 മിനിറ്റ് കൂടി നമ്മളൊന്ന് മൂടി വയ്ക്കുക. ആ വറവിൻ്റെ മണമൊക്കെ നല്ലൊരു മണമാണ്. ശരിക്കും ഒരു നാടൻ രീതിയിലുള്ള ഒരു കോഴിക്കറിയുടെ രുചി തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളി നല്ല തിക്കായിട്ട് കറക്റ്റായിട്ട് വന്നിട്ട് ഈ പരുവത്തിൽ വേണം നമ്മൾക്ക് ഇതിരിക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ആ ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇത് എന്തിൻ്റെ കൂടെ ഇത് ചേരും, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ്. വീണ്ടും നല്ല വീഡിയോ. താങ്ക് യു.